ദിണ്ടിഗലിൽ നിന്നും അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ തന്നെയും ആവർത്തിക്കുകയാണ്. വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ആത്മഹത്യാ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ SITയുടെ നീക്കം ഏതു വിധത്തിലാണ് ഈ മണിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ ഒരു വശത്തുകൂടി എങ്ങനെയാണ് അന്വേഷണ സംഘം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്? അടിമുടി ദുരൂഹതയാണ്. ദിണ്ടിഗലിൽ നിന്നും അരുണും സംഘവും അറിഞ്ഞ വിവരങ്ങൾ എന്താണ്? പൂജ, സംശയങ്ങളും ദുരൂഹതകളും ഒരുപാട് ബാക്കി തന്നെയാണ്. ഈ MS മണിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊക്കെ അതിശയകരമാകുന്ന ഒരു വളർച്ച സാമ്പത്തിക ഇടപാടുകളിൽ ഈ MS മണിക്ക് ഉണ്ടായി. ഇനി ഡി മണിയാണോ ഈ MS മണി എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കി. അതിലേക്ക് എത്താവുന്നതിലേക്ക് തന്നെയാണ് SIT സംഘമുള്ളത്. അതുമായി ബന്ധപ്പെടുന്ന തന്നെ ഒരുപാട് സംശയമുണ്ട്. കാരണം ഈ നമ്പർ കേന്ദ്രീകരിച്ച് എത്തിയ ബാലമുരുകൻ്റെ നമ്പറിലേക്കാണ് MS മണിയിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം MS മണിയിലേക്ക് എങ്ങനെ എത്തി? എല്ലാം നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് MS മണി ഇന്നും പ്രതികരിക്കുന്നത്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മണിക്ക് മുന്നിലേക്ക് വെക്കാനുണ്ട്. അതിലൊന്നാമത്തേത് SIT സംഘത്തിൻ്റെ എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത്? അത് ഇന്നും താങ്കൾ അതേ മറുപടി തന്നെയാണോ ആവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മണി പറയുന്നത് ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായി ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ബാലമുരുകൻ്റെ നമ്പർ എങ്ങനെ താങ്കളുടെ കയ്യിൽ വന്നു എന്ന ചോദ്യത്തിന് കാലങ്ങളായുള്ള സുഹൃത്താണ് എന്നുള്ള ഒരു മറുപടി മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഓരോരോ ചോദ്യങ്ങൾ മണിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ ഒന്നും അറിയില്ല, തന്നെ വേട്ടയാടരുത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അയാൾ ആവർത്തിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം കരുക്കൾ നീക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമൻസ് നൽകിയിട്ടുണ്ട്, മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിക്കുന്നതായിരിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഡി മണിയെ SIT അടുത്ത ആഴ്ചയായിരിക്കും ചോദ്യം ചെയ്യുക. വിവരങ്ങൾ പുറത്തുവിട്ട വിദേശ വ്യവസായിയുണ്ട്. ആ വിദേശ വ്യവസായിയെയും ഡി മണിയെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാനാണ് സാധ്യത കാണുന്നത്. ഇരുവരും തമ്മിൽ ഈ ബിസിനസ് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഡിണ്ടിഗലിലാണ്. ഡിണ്ടിഗലിൽ കണ്ടെത്തിയ മണി എന്ന സുബ്രമണി ഇന്നലെ SITയോട് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളും SITക്ക് വിവരം നൽകിയ വിദേശ വ്യവസായി നൽകിയ വിവരങ്ങളും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിണ്ടിഗലിലെ അന്വേഷണം SIT അവസാനിപ്പിച്ചിട്ടില്ല. ഡിണ്ടിഗലിൽ മണിയെ നിരീക്ഷിക്കുകയാണ് SIT. മാത്രമല്ല, അവിടെ ഇന്നലെ അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിലും ഈ മണിയുടെ ഫോൺ ഡീറ്റെയിൽസ് അടക്കം അത്തരം ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിലാണ് SIT ഉദ്യോഗസ്ഥർ. കാരണം മണി പറയുന്നത് താൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നയാളാണെന്നാണ്. എന്നാൽ വിദേശ വ്യവസായം നൽകിയിരിക്കുന്ന വിവരം ഇയാൾക്ക് മറ്റ് ചില ഇടപാടുകൾ, അതായത് വിഗ്രഹ വിൽപ്പന അടക്കമുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് പക്ഷേ ഇന്നലെ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അവിടെ നിന്ന് പോലീസിൽ നിന്നോ അവിടുത്തെ തദ്ദേശീയരിൽ നിന്നോ ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ വിശദമായ രഹസ്യാന്വേഷണം അടക്കം നടത്തിയെങ്കിൽ മാത്രമേ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത വരുത്തുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ SIT കണ്ടെത്തിയ നമ്പർ അത് ഈ മണി ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പർ ബാലമുരുകന്റെ പേരിലാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഡിണ്ടിഗലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മണി വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാഴ്ച കഴിഞ്ഞ് വരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മണി വരുന്ന സമയത്ത് ഈ രഹസ്യവിവരം നൽകിയ വിദേശ വ്യവസായിയെ കൂടി വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഈ രണ്ടുപേരും തമ്മിൽ മുൻപരിചയമുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി SITക്ക് ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. ഏതായാലും ഡിണ്ടിഗലിലെ അന്വേഷണം SIT അവസാനിപ്പിച്ചിട്ടില്ല. മണിയെ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട്. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അയാളുടെ ബിസിനസ് സംബന്ധിച്ചും SITക്ക് ചില സംശയങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ദൂരീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു വഴിത്തിരിവുണ്ടാവൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളിലേക്കോ ആ സംഭവവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഇയാളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല.